തൃശൂർ മണലിപ്പുഴയിൽ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെ മണലിപ്പുഴയിലെ മടവാക്കര കാഴ്ചക്കടവിലായിരുന്നു അപകടം. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, എങ്ങനെയാണ് ഇങ്ങനൊരു അപകടമുണ്ടായത്? ഈ പുഴ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. എന്താണ് വിവരങ്ങൾ? ശ്രീജ, ഇത് മടവാക്കരയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ വഴി എന്ന് പറയുന്നത് ഈ പാലിയേക്കര ടോൾ ബൂത്ത് ഒഴിവാക്കിക്കൊണ്ട് ഈ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതിലൂടെ ഈ കാറ് നേരെ ഇന്ന് പുലർച്ചെയാണ്, വെളിച്ചം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ ഇത് ഒരു വളവാണ്. ആ വളവ് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ കാറ് പുഴയിലേക്ക് പോവുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് നേരെ വന്ന കാറ് ഈ ഭാഗത്തേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഈ രാത്രിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇങ്ങനെ ഈ പുഴയിലേക്ക് കാറ് പോയി. ആ പോയ സമയത്ത് തന്നെ ഇതിൽ വാഹനം ഓടിച്ചിരുന്ന സിനാനാണ്, ചാവക്കാട് സ്വദേശിയാണ്. സിനാൻ നേരെ ഈ കാറിൻ്റെ ഡോർ തുറക്കാനായി ആദ്യം ശ്രമിച്ചു. പക്ഷേ ഡോർ തുറക്കാനായി കഴിഞ്ഞില്ല. അതിനുശേഷം വിൻഡോയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ സ്കൂബ സംഘം എത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർ എത്തിയതിനു ശേഷം ഈ പുഴയിൽ ഇറങ്ങി ഈ കാറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല നല്ല ഒഴുക്കാണ്, കാർ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല. ഈ ഭാഗത്ത് കാർ ആദ്യം പതിച്ചതിന് ശേഷം പിന്നീട് കാർ ഒഴുകി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനാന് എന്താണ് ഇന്നലെ സംഭവിച്ചിരുന്നത്? ഇന്നലെ അവിടുന്ന് വരുന്ന വഴിക്ക് വണ്ടിയുടെ കൺട്രോൾ അത് നഷ്ടപ്പെട്ട്, അപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടിയായ കാരണം ട്രാക്ഷൻ പോയിട്ട് വണ്ടി ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ആഴത്തിലോട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിൻ്റെ ശേഷം എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. അതിൻ്റെ ശേഷം പിന്നെ വണ്ടി അങ്ങോട്ട് ഒഴുകി. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് പിന്നെ വണ്ടി ഇവിടുന്ന് നേരെ പോകണുണ്ട്. പിന്നെ അവിടെ ആ ഒരു മൂല വരെ എത്തി. എന്നിട്ട് അവിടുന്ന് വണ്ടി ഒറ്റയടിക്ക് അടിക്ക് പോയി. പിന്നെ വണ്ടി കാണാൻ പറ്റിയിട്ടില്ല. ഈ ഡോറ് തുറക്കാൻ പറ്റിയില്ല. ഡോർ ആ സമയത്ത് ലോക്കായി പോയി. ഭയങ്കര ബ്ലാങ്ക് ആയി പോയി നമ്മുടെ വിഷയം മൊത്തം. പിന്നെ എന്തോ ഭാഗ്യത്തിന് വിൻഡോ തുറന്നിട്ടിരിക്കുകയാണ്. വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടേന്ന് വരണേന്ന്. അങ്ങനെ എന്താ പറയുക, അവിടെ എത്തിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാൻ പറ്റി. ഇതെങ്ങനെ ഈ വഴി വന്നത്? എങ്ങനെ മാപ്പ് ഇട്ടിട്ടാണോ? അത് ഗൂഗിൾ മാപ്സ് ഇട്ടിട്ട് നമ്മൾ ടോള് കട്ട് ചെയ്തിട്ട് പോണ വഴിയാണിത്. അപ്പോൾ നമ്മൾ കോളേജിൽ പോണ വഴി ഈ വഴി എടുത്തു നോക്കി. അപ്പോൾ ടോള് ഫാസ്റ്റാഗിൽ റീചാർജ് ചെയ്താത്തതുകൊണ്ട് ഈ വഴിക്ക് ഇറങ്ങിയതാ. അങ്ങനെ ഇപ്പോൾ പരിചയമില്ലാത്ത വഴിയായ കാരണം നമുക്ക് ഈ ഒരു പിന്നെ ഇവിടെ ഒരു ഇതൊന്നുമില്ല, റിഫ്ലക്ടറോ അല്ലെങ്കിൽ ഒരു ടേണിംഗ് അല്ലേ, എന്തെങ്കിലും ഒരു ബാരിക്കേഡ് എന്തെങ്കിലും വെക്കണമായിരുന്നു. അതെ, അതൊന്നുമില്ല, ഒരു വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. നേരെ വന്ന് ചാടി. അപ്പം ഇങ്ങനെയാണ് സംഭവിച്ചത്. അതായത് ഈ ഒരു മേഖലയിൽ അറിയാത്തവർ വരുമ്പോൾ പെട്ടെന്ന് വളച്ചാൽ ഈ വളവിലൂടെ കൃത്യമായി വാഹനം ഓടിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ല. ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ പുഴയിലേക്ക് പതിക്കുകയാണ് ചെയ്യുക. എന്തായാലും കാറ് കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം, അതായത് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ സ്കൂബ സംഘം എത്തിയതിന് ശേഷമായിരിക്കും പുഴയിൽ ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ നടത്തുക. ഇന്നലത്തേക്കാളും വെള്ളത്തിന് ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന സിനാനിന് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെള്ളവും കരയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്ത വിധത്തിലാണ് പല ഭാഗത്തും ഇപ്പോൾ റോഡ് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു അനുഭവമാണ്. സിനാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരവും.